ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഇതാ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. സോ രാവിലെ ഒരു 4 മണി ആ ടൈമിലൊക്കെ എണീറ്റാണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഞാൻ തലേന്ന് തന്നെ നന്ദേൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ രാവിലെ തന്നെ വരണമെന്ന്. അവൾ ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് ചെയ്യണതെന്ന് ചോദിച്ചാണ്ട്. അപ്പോൾ അവളും കൂട്ടി ഒപ്പം. പിന്നെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് സൺസ്ക്രീം ഇടുന്നു, പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ചെറിയ ചെറിയ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ കൂടെ ഞങ്ങൾ വിചാരിച്ച് കണ്ടിട്ടൊന്നും ഇല്ലാണ്ടിരിക്കല്ലേ, അപ്പോൾ അതിടാന്ന്. അതിൻ്റെ ഇടയിൽ റിഞ്ചു വന്നു. റിഞ്ചു ഫുൾ സെറ്റായിട്ടാണ്. എന്തോ ഒരുക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ ഒരു ടൈം 4 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ അപ്പോഴാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ തന്നെ ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ആ റൂമിലായിരുന്നു എല്ലാവരും മാറ്റിയിരുന്നത്. അതിനോട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം സൺസ്ക്രീം ഇട്ടു. സൺസ്ക്രീം ഇട്ടപ്പോൾ നന്ദ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഫുൾ ഗോസ്റ്റ് കാണിക്കും. അതൊക്കെ കണ്ട് ചിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പുറത്ത് മാറ്റുന്നത്. ഞാനും നന്ദിയും ക്യാമറയിൽ നിന്ന് മാറ്റിയായിരുന്നു. ചേച്ചി അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരുങ്ങിയിരുന്നു, മുഖത്ത് സൺസ്ക്രീമൊക്കെ ഇട്ടാണ്ട്. അമ്മ ഉണ്ട് വന്ന് കളിയാക്കി ചിരിക്കണേ. അങ്ങനെ സൺസ്ക്രീം ഇട്ട് കഴിഞ്ഞ് പിന്നെ നന്ദൻ്റെ ഒരുപാട് ഗോഷ്ടി ഉണ്ടാവും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇങ്ങനെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ശേഷം പൗഡർ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്, വല്ലാണ്ട് മേക്കപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സൺസ്ക്രീം ഇട്ടു, പൗഡർ ഇട്ടു, അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എൻ്റെ പിരികം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഒരു പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ലാത്ത പിരികാണ്. പിന്നെ ഞാൻ അങ്ങനെ വരച്ച് ആക്കി കൊടുക്കണതാണ്. ആ ഐബ്രോ പെൻസിലിൻ്റെ മൊന ഒടിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ആ ഉള്ളത് വെച്ച് അതിൻ്റെ ആ കുറിപ്പ് വെച്ചാണ്ട് എഴുതി കൊടുക്കുകയാണ് ഞാൻ നന്ദക്ക്. നന്ദ പറഞ്ഞു, അക്കേച്ചി എനിക്കും കൂടെ ഒന്ന് എഴുതി കൊണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. കാരണം ഒരാളിങ്ങനെ നമ്മൾ വിശ്വസിച്ച് നിന്ന് തരുമ്പോൾ നമ്മൾ അവരെ തളർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ആദ്യം ഐബ്രോ എഴുതി കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ എഴുതി. എൻ്റെ തന്നെ ഇത് വരയണില്ലായിരുന്നു. ഞാൻ കുറേ നേരം നിന്നതിൻ്റെ ശേഷമാണ് അതൊന്ന് വരഞ്ഞത്. പിന്നെ നന്ദയും മീഞ്ചും അവിടെ വേറെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും അതൊന്ന് ജസ്റ്റ് കുളിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് അല്ലിമോൾ വന്നത്. ഇതെൻ്റെ ചേച്ചീൻ്റെ വലിയ മോളാണ്. അപ്പോൾ ഓൾ വന്നാണ്ട് അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് തരുമോ ചോദിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ അവൾ അതെടുത്തുകൊണ്ട് പോയി. പിന്നെ രണ്ട് ഐബ്രോസ് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത്. എനിക്ക് അത് പിടിയണില്ലായിരുന്നു കേട്ടോ. എത്ര കൂർപ്പിച്ച് കഴിഞ്ഞിട്ടും കൂടെ അത് ശരിക്കൊന്നും പിടിയണില്ലായിരുന്നു. പക്ഷേ അവിടെ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അത് ചെയ്തപ്പം വലിയ ബോറടിക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അമ്മായിയുടെ മോളും മോനും എല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട് ട്രിപ്പ് പോകാൻ വേണ്ടി. എൻ്റെ ഫാമിലി മൊത്തം ഒരു 30ൻ്റെ മേലേക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ദിവസം. നല്ല രസമായിരുന്നു. രാവിലെ ഭയങ്കര ഒച്ചയും വിളിയും. 4 മണിക്ക് എണീറ്റാണ്ടാണ് കേട്ടോ ഈ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ളവർക്കൊന്നും കടന്നുറങ്ങാൻ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ മസ്കാര ഇട്ട് കൊടുത്തു. മസ്കാര തന്നെ ശരിക്കും ഇടാൻ കഴിയുന്നില്ല. ഒന്നാമത് എനിക്ക് ചെറിയൊരു ഉറക്ക ക്ഷീണമുണ്ട്. ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്ന ആളാണ്. ഞാനാണ് 4 മണിക്കൊക്കെ എണീറ്റ് കുളിച്ച് നിൽക്കണേ. തല നനച്ചില്ല, മേല് കഴുകി നിൽക്കുന്നത്. പിന്നെ എൻ്റെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ മുടി വെട്ടി ഫുൾ ഷോർട്ടാക്കി വെട്ടിട്ടോ. ഇങ്ങനല്ല, എൻ്റെ ഒരു പഴയൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു, അങ്ങനെ വെട്ടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ ആൾ വെട്ടി കഴിഞ്ഞപ്പോൾ അതെന്തോ ഒരു ബോയ് കട്ട് പോലെ ആയി. പിന്നെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു, ഞാൻ കുറച്ച് കയറ്റി വെട്ടാൻ പറഞ്ഞതാണ്, എനിക്കിങ്ങനെ വെട്ടാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. എന്നാലും കുറേ പേരടുത്തുനിന്ന് എനിക്ക് കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു രസമല്ല മുടി കാണാനെന്നൊക്കെ പറഞ്ഞാണ്ട്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര എന്നെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. കാരണം
വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിപ് ബാമൊന്നും ഞാൻ ഇടില്ല കേട്ടോ. പിന്നെ വെറുതെ കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഞാൻ വാസലിനില്ലേ അതെടുത്താണ്ടാണ് ലിപ്പിൽ തേക്കാറ്. കാരണം എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി നിൽക്കുന്ന ലിപ്പാണ്. അപ്പോൾ അതൊന്നും തേക്കലുണ്ട്. പിന്നെ മുഖത്തൊക്കെ നിറയെ കുരു വന്നിട്ട് കേട്ടോ, അത് വേറെ കാര്യം. ഞാനിപ്പോൾ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇടില്ല. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഭയങ്കര മൂഡ് ഔട്ട്. വീഡിയോ ചെയ്യാനൊന്നും ഒരു മൈൻഡേ ഇല്ല. ഫുൾ മൈൻഡ് ഔട്ടായിട്ടുള്ള ഒരു എന്തോ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ആ ലിപ് ബാം ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ് കളറും ഈ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ബ്രൗൺ കളറും കൂടി വേറെ എന്തോ ഒരു ഷെയ്ഡായി. ഒരു വൃത്തിയില്ലാത്ത, ഒരു മേനല്ലാത്ത പോലെ എനിക്ക് തോന്നി കണ്ടിട്ട്. പിന്നെ ഞാൻ ഉള്ളത് മതിയെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കണ്ണൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐലൈനറൊന്നും എഴുതണില്ല, കാരണം എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഐലൈനറൊന്നും എഴുതണ്ട, വെറുതെ എന്തിനാ ഇങ്ങനെ ചൊറിഞ്ഞ് കളയാൻ. ചിലപ്പോൾ എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല, ഞാൻ ചൊറിഞ്ഞ് കളഞ്ഞുകൊണ്ട് പിന്നെ കണ്ണാടിയിലൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ തന്നെ ചിലപ്പോൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തൊക്കെ നോക്കുമ്പോഴേക്കാരും ജസ്റ്റ് കണ്ണാടി നോക്കും. അപ്പോൾ കണ്ണൊക്കെ ആകെ പരന്നിറക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ വെറുതെ അവസരം ഒരുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ജസ്റ്റ് മുകളിൽ മാത്രമായിട്ടൊന്ന് കൺമഷി എഴുതി കൊടുത്തു. കണ്ണിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഒന്നൊരു കറുത്ത് നിൽക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിലാണ് ഞാൻ കഴുത്ത് ശ്രദ്ധിച്ചത്. കഴുത്തിലെന്തോ കടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് അതിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ ഇടയിൽ ചേച്ചിമാരൊക്കെ വന്നാണ്ട് അത് താന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കാൻ സ്ഥലമല്ല പറഞ്ഞതിൽ ഞാൻ ജസ്റ്റ് അതൊന്നും മുന്നിക്കാക്കി കൊടുത്ത് എങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീട്ടിലെല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. തലേന്നൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും എങ്ങോട്ടൊക്കെ പോണ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഞാൻ മുടി ചെയ്യി കഴിഞ്ഞപ്പോൾ അവിടുന്ന് അമ്മ പറയുന്നുണ്ട് അബ്ദുൽ കലാമിൻ്റെ പോലെ ഉണ്ട് കാണാൻ. അതിൽ ചേച്ചിണ്ട് പറയുന്നത് വെറുതെ എന്തിനാ നല്ലൊരു മനുഷ്യനെ മെൻഷൻ ചെയ്യണേ പറഞ്ഞ് ചേച്ചിൻ്റെ അവിടുന്ന് അമ്മനെ കളിയാക്കണേ. പക്ഷേ ഞാനതിലൊന്നും തളരില്ല, കാരണം എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ അതല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. പിന്നെ നന്ദ പറഞ്ഞു ഓളും മുടി ജസ്റ്റ് അയച്ചിടണുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. ഞാനും മുടി കെട്ടണമെന്നില്ല, അയച്ചിടാണ്. കാരണം കെട്ടാനില്ല എനിക്ക്, അത് വേറെ കാര്യം. അപ്പോൾ മുടി അയച്ചു കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ചേച്ചിമാരൊക്കെ അവിടെ മാറ്റുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു കണ്ണാടീൻ്റെ മുന്നിൽ ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണ് റൂം. കാരണം എല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ എടുത്തും അവിടെ വെച്ചും മാറ്റി മറിച്ചും ഒക്കെ അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എണീറ്റാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ഞാൻ ഇതുവരെയായിട്ട് എണീറ്റില്ല, വേറെ കാര്യം. പിന്നെ ഇത് ചേച്ചിയുടെ ചെറിയ മോളാണ് ആരാധ്യ. അപ്പോൾ ഓളെ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്നാണ്ട് ഓൾക്ക് ഇന്നലെ രാത്രി തന്നെ കണ്ണും എല്ലാം എഴുതി കൊടുത്തുന്നു, പുരികൊക്കെ എഴുതി കൊടുത്തുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ ഒരു ഷർട്ട് ഒരു അടിപൊളി ഷർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഭയങ്കര അറക്കമുള്ളതുകൊണ്ട് ഞാനത് വെട്ടാൻ കൊണ്ടുപോയി. അപ്പോൾ വെട്ടാൻ കൊണ്ടുപോയത് ഒരു ചേച്ചീൻ്റെ അടുത്താണ്, അടിക്കാൻ അറിയാത്തൊരു ചേച്ചീൻ്റെ അടുത്താണ്. ആ ചേച്ചിയാണെങ്കിൽ വെട്ടിയെടുക്കോളാക്കി തന്നു എൻ്റെ കയ്യിൽ. പിന്നെ എനിക്ക് ആകെ സങ്കടമാവുക കേട്ടോ, കാരണം നല്ല വിലേൻ്റെ ഒരു ഡ്രസ്സായിരുന്നു. അതാണ് ആ ചേച്ചി ഇങ്ങനെ കേടുവരുത്തിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു സ്റ്റൈലാക്കി ഇടാമെന്ന് വിചാരിച്ച്. നമ്മൾ പിന്നെ എന്തുണ്ടെങ്കിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ തളരാൻ നിൽക്കില്ല. അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.